പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി നമസ്തേ റിവയുടെ പുതിയ അധ്യായം ഇവിടെ തുടങ്ങുന്നു. ഏവർക്കും സ്വാഗതം. തെയ്യക്കാഴ്ചകളുടെ ഒരു പെരുങ്കളിയാട്ടം കാണണമെങ്കിൽ ഇങ്ങ് അജ്മാനിലെത്തണം. തെയ്യങ്ങളുടെ നാട്ടിൽ നിന്നെത്തി തെയ്യപ്പെരുമ വിളിച്ചോതുകയാണ് ജീവൻ ഒരേല് വീട്ടിൽ. ഈ പ്രതിഭ തൻ്റെ ക്യാൻവാസിൽ പകർത്തുന്നത് തെയ്യങ്ങളുടെ വിവിധ ചിത്രങ്ങളാണ്. ഭക്തിയും കലയും സംസ്കാരവും സമന്വയിക്കുന്ന വിസ്മയ കാഴ്ചകളുമായി ഉത്തര മലബാറിൽ മറ്റൊരു തെയ്യക്കാലം കൂടി കടന്നു പോവുകയാണ്. തെയ്യം കേവലം ഒരു കലാരൂപമല്ല, മറിച്ച് ഉത്തര മലബാറിൻ്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനമാണ്. തുലാം 10 തുടങ്ങി ഇടവപ്പാതി വരെ നീണ്ടു നിൽക്കുന്ന തെയ്യാട്ടക്കാലങ്ങളിൽ ലോകത്തിൻ്റെ ഏതൊരു കോണിലായാലും വടക്കേ മലബാറുകാരുടെ കാതുകളിൽ മുഴങ്ങുന്നത് തോറ്റംപാട്ടിൻ്റെയും കാൽച്ചെലുമ്പിൻ്റെയും താളമായിരിക്കും. മനുഷ്യൻ ദൈവമാകുന്ന ദിനങ്ങൾ. തെയ്യപ്പെരുമയിൽ ആറാടി നിൽക്കുന്ന കണ്ണൂരിൽ നിന്നെത്തി അജ്മാനിൽ പ്രവാസിയായ ജീവൻ ഒരേല് വീട്ടിലെ ചിത്രങ്ങൾ ശ്രദ്ധ നേടുകയാണ്. വിവിധ ഭാവങ്ങളിലുള്ള തെയ്യക്കാഴ്ചകളുടെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങൾ. ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന ജീവൻ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഗ്രാമങ്ങളിലെ കാവുകളിൽ നടന്ന തെയ്യാട്ടങ്ങൾ നിരീക്ഷിക്കുകയും ഓരോ തെയ്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പഠനം നടത്തിയുമാണ് ക്യാൻവാസിലേക്ക് പകർത്തുന്നത്. കണ്ണൂർ സ്വദേശിയായത് കൊണ്ട് തന്നെ ചെറുപ്പം മുതലേ തെയ്യങ്ങളൊക്കെ കണ്ടിട്ടാണ് വളരുന്നത്. പിന്നെ അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഒരു ആ റെഡും ഓറഞ്ച് ബ്ലാക്ക് അങ്ങനെയുള്ള കുറച്ച് ആ ഒരു കളർ തീമുകളൊക്കെ നമ്മളെ മൈൻഡിനെ കുറേയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരക്കുമ്പോഴും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടാറുണ്ട്. അത് തന്നെയാണ് കൂടുതൽ വരയ്ക്കാനുള്ളൊരു കാരണം. നാട്ടിലെത്തി തെയ്യങ്ങൾ കാണാൻ കഴിയാത്തവർക്ക് മുന്നിൽ പൂർണ്ണതയുള്ള തെയ്യങ്ങളുടെ ചിത്രങ്ങൾ ആശ്വാസമാവുകയാണ്. അജ്മാനിൽ നടന്ന കളിയാട്ട മഹോത്സവത്തിൽ ഈ പ്രതിഭയുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. അടുത്ത് വന്ന ഈ ഒരു കളിയാട്ട മഹോത്സവം തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ UAE സംബന്ധിച്ചിട്ട് ഇത് അറിയാത്ത ആൾക്കാർക്ക് വലിയൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ആ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വരച്ചു, എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു എന്തിനാണ് തെയ്യം മാത്രം വരക്കണമെന്ന്. അപ്പോൾ ഞാനതൊന്നും മൈൻഡാക്കാറില്ല. പക്ഷേ എനിക്ക് കിട്ടിയൊരു വലിയൊരു ചാൻസ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരു കളിയാട്ട മഹോത്സവം. അതിൻ്റെ ഭാഗമായിട്ട് അതൊരു കറക്റ്റ് പ്ലേസ് ആയിരുന്നു. എനിക്ക് പെയിൻറ്റിങ്ങുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയൊരു കറക്റ്റ് പ്ലേസാണ്. കാരണം ഇതിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവിടെ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഓഡിയൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാത്ത ഒരുപാട് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാം ചിലപ്പോൾ ഈ തെയ്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോസെങ്കിലും ഒരു പെയിൻറ്റിങ് എന്നുള്ള രീതിയിൽ ഫോട്ടോസ് അവർ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. പക്ഷേ പെയിൻറ്റിങ്ങൾ അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് കാരണം തന്നെയാണ് അത് ഞാൻ വരയ്ക്കാനും മെയിനായിട്ടുള്ളൊരു കാര്യം. പ്രധാന തെയ്യങ്ങളായ മടയിൽ ചാമുണ്ടി, നമ്പലമുത്തപ്പൻ, പുലമാരുതൻ, കക്കര ഭഗവതി, ബാലി, മാക്കം, കതിവന്നൂർ വീരൻ, മണത്തണ പൊതി ഉൾപ്പെടുന്ന തെയ്യങ്ങളുടെ വന്യസൗന്ദര്യവും ഭംഗിയും കാഴ്ചക്കാരുടെ മനം കവരും. തെയ്യം വരക്കുമ്പോൾ പ്രത്യേകം ഒരു എന്താ പറയേണ്ടത്, ഒരു ഭയങ്കര ഒരു അത് വരച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു മൈൻഡാണ്. നമ്മളിപ്പം പ്രവാസി ആയത് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജോലിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ ഞാൻ അതിൽ നിന്നൊക്കെ റിലീസാവണത് ഈ പെയിൻറ്റിങ്ങിലേക്ക് പോകുമ്പോഴാണ്. അതൊരു പെയിൻറ്റിങ് കഴിയുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള നല്ലൊരു മാറ്റങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകും. തെയ്യങ്ങളുടെ തനത് രൂപം ഒട്ടും തനിമ ചോരാതെ അക്രിലിക്കിലാണ് ജീവൻ വരയ്ക്കുന്നത്. തെയ്യങ്ങളുടെ ചിത്രങ്ങൾ അക്രിലിക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് വരക്കാറ്. പിന്നെ എല്ലാ മീഡിയത്തിലും ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പം ഫാബ്രിക് ആയാലും ഓയിലായാലും പെൻസിലായാലും.
തെയ്യക്കാലങ്ങളിൽ നാട്ടിലെത്തി വിവിധ തെയ്യങ്ങളുടെ ഫോട്ടോകൾ ക്യാമറയിലെടുക്കും. ഇതാണ് പിന്നീട് ക്യാൻവാസിൽ മനോഹരമായ ചിത്രങ്ങളായി മാറുന്നത്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതാണ്. ഞാൻ ഫോട്ടോസ് എടുക്കാറുണ്ട്. ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ വരയ്ക്കാറുണ്ട്. അതുകൂടാതെ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ നല്ല നല്ല ഫോട്ടോസുകൾ വരാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് നല്ലൊരു ഇത് തോന്നുന്ന പിക്ചറുകൾ ഞാൻ എടുത്തു വെക്കും. എന്നിട്ട് പിന്നെ അത് ഞാൻ വരയ്ക്കും. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റ് പിക്ചറുകളുടെ ഇതും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുക. കാണുന്നവരുടെ മനസ്സിനെ അടുപ്പിക്കാൻ ചിത്രങ്ങൾക്ക് തെയ്യസങ്കല്പങ്ങളുമായി വളരെയധികം നീതി പുലർത്തണമെന്നാണ് ഈ കലാകാരൻ പറയുന്നത്. ജീവൻ തുടിക്കുന്ന തെയ്യ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും വിശ്വാസങ്ങളുടെ ഭാഗമായി പൂർണ്ണതയോടെ വരയ്ക്കാറില്ല. വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. അത് കാരണം തന്നെ ഞാൻ എന്തെങ്കിലുമായിട്ടൊരു ചേഞ്ചസ് എല്ലാ പെയിൻറ്റിങ്ങുകളിലും ഞാൻ കൊണ്ടുവരാറുണ്ട്. അത് ചിലപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. പക്ഷേ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. കാരണം തെയ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു തെയ്യം തന്നെ ഒരുപാട് ചെറിയ ചെറിയ വ്യത്യാസത്തിൽ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാലോ മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഞാനത് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഓരോ തെയ്യങ്ങളിലും ചെയ്യാറുണ്ട്. ഇന്നുള്ള എല്ലാ തെയ്യങ്ങളുടെയും ചിത്രങ്ങൾ വരയ്ക്കണമെന്ന വലിയൊരു ആഗ്രഹത്തിന് പിന്നാലെയാണ് ജീവൻ. തീർച്ചയായിട്ടും അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം തന്നെയാണ്. പിന്നെ ഓരോ തെയ്യങ്ങൾക്കും ഓരോ കഥകളുണ്ട്. അത് അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യണം എന്നുള്ള തന്നെയാണ് വിചാരിക്കണം. അതിൻ്റെ കഥകൾ കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിച്ചിട്ട് ഓരോ തെയ്യത്തിൻ്റെയും പുറകിൽ ഓരോ സ്റ്റോറി തന്നെയുണ്ട്, വലിയൊരു സ്റ്റോറി തന്നെയുണ്ട്. അപ്പോൾ അതുകൂടി വരച്ചതിന് ശേഷം എല്ലാം ഒന്ന് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യണം തന്നെയാണ് വിചാരിക്കുന്നത്. ഈ കലാകാരൻ്റെ ചിത്രങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലും മികച്ച പ്രതികരണമാണ് ലഭിച്ചു വരുന്നത്. തെയ്യങ്ങൾക്കൊപ്പം മറ്റ് നിരവധി ചിത്രങ്ങളും വീട്ടിൽ ഗാലറി രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ജീവൻ ഭാവിയിൽ കൂടുതൽ പ്രദർശനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടുതൽ കാഴ്ചകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.